ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ NMMS ആറ്റ് കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം ഘടന എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ആറ്റത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ ഭാരതീയ സയന്റിസ്റ്റ് ആയിരുന്നു കണാദ മുനി. അദ്ദേഹം പറഞ്ഞത് മാറ്ററിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, ഇതെന്ന് പറയുന്നത് ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിതമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ പാർട്ടിക്കിൾസിനെ അദ്ദേഹം എന്തായിരുന്നു വിളിച്ചത്? പരമാണു എന്നായിരുന്നു വിളിച്ചത്. എങ്ങനെയാണ്? BC 6-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന കണാദ മുനിയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വവും നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞ വ്യക്തി. പക്ഷേ ഈ ആശയത്തിന് അന്ന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെയാണ് around 500 BC an Indian philosopher Maharshi Kanad postulated that if we go on dividing matter we shall get smaller and smaller particles. He named these particles Paramanu. But his theory not accepted. ഓക്കെ, അപ്പം ഈ മാറ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ആറ്റം കിട്ടുന്ന പിന്നീട് ഒരു വ്യക്തി പറഞ്ഞിരുന്നു. അതാരാന്ന് നോക്കിയാലോ? എന്നാൽ പിന്നീട് മാറ്ററിനെ ഡിവൈഡ് ചെയ്താൽ ആറ്റം കിട്ടും എന്ന് പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആയിരുന്നു. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ആറ്റത്തെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി പറഞ്ഞായിരുന്നു. 1808, the English chemist John Dalton suggested from his experimental work that each of chemical element is made up of identical atoms and that elements are different because they are each made of different atoms. This became known as Dalton's atomic theory. എന്തായിരുന്നു പറഞ്ഞത്? 1808 ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച അണുസിദ്ധാന്തം ആറ്റത്തിനൊരു രാസമൗലിക കണം എന്ന അംഗീകാരം നേടിക്കൊടുത്തു. പിന്നീട് JJ തോംസൺ ആറ്റത്തിനകത്ത് നെഗറ്റീവ്ലി ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി. ഈ പാർട്ടിക്കിൾസിനെ അദ്ദേഹം ഇലക്ട്രോൺ എന്ന് വിളിച്ചു. In 1897, British chemist JJ തോംസൺ discovered that the particles which had negligible mass and negative charge, these particles are known as electrons. 1897 ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ JJ തോംസൺ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ഉള്ളതും മാസ് തീരെ കുറഞ്ഞതുമായ കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഈ കണങ്ങളെ അദ്ദേഹം ഇലക്ട്രോണുകൾ എന്ന് വിളിച്ചു. പിന്നീട് റുദർഫോർഡ് ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. അതിനെ അദ്ദേഹം എന്താ വിളിച്ചത്? പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. എങ്ങനെയാണ്? JJ തോംസൺ ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. അതിനുശേഷം റുദർഫോർഡ് എക്സ്പെരിമെന്റ് വഴി പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഈ പോസിറ്റീവ് ചാർജിനെ അദ്ദേഹം പ്രോട്ടോൺസ് എന്ന് വിളിക്കുകയുണ്ടായി. In 1911, Rutherford discovered that the particles which has positive charge and mass which is higher than electron, this particle is known as protons. അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? ആറ്റത്തില് ഇലക്ട്രോണിന്റെ അത്രയും ചാർജ് ഉള്ളതും ഇലക്ട്രോണിനേക്കാൾ മാസ് ഉള്ളതുമായ പോസിറ്റീവ് കണങ്ങൾ ഉണ്ടെന്ന് 1911 റുദർഫോർഡ് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു. ഈ കണങ്ങൾക്ക് അദ്ദേഹം പ്രോട്ടോണുകൾ എന്ന് പേര് നൽകി. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടിയും പറഞ്ഞിരുന്നു, ആറ്റത്തിന് കട്ടിയുള്ളതും പോസിറ്റീവ് ചാർജോട് കൂടിയതും ആറ്റത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതുമായ ഒരു കേന്ദ്രഭാഗം ഉണ്ടെന്നും കൂടി റുദർഫോർഡ് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു. ഈ ഭാഗത്തിന് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രോട്ടോൺസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ടെന്നും പറഞ്ഞു. Rutherford proved that the entire positive charge of an atom concentrated at a particular part and this part is called nucleus. ഇനി നമുക്ക് ചാഡ്വിക്കിന്റെ എക്സ്പെരിമെന്റ് ഒന്ന് നോക്കാം. അദ്ദേഹം ഒരു തിൻ ബെർലിയം ഷീറ്റ് എടുക്കുകയാണ്. ഈ ബെർലിയം ഷീറ്റിലേക്ക് ആൽഫ പാർട്ടിക്കിൾസിനെ കൊളൈഡ് ചെയ്യിക്കുകയാണ്. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ ആൽഫ പാർട്ടിക്കിൾസിന്. ഈ ബെർലിയം ഷീറ്റിന് പുറത്തേക്ക് അപ്പോൾ എന്തോ ഒന്ന് വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ചാർജ് ഇല്ലാത്ത കണങ്ങൾ വരുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. ഇതിനെ അദ്ദേഹം എന്താ വിളിക്കുന്നത്? ന്യൂട്രോൺ എന്ന് വിളിക്കുകയാണ്. ഈ ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണിനെ കണ്ടുപിടിക്കുന്നത്. In 1932, James Chadwick discovered another particle which had no charge and a mass.
നിയർലി ഈക്വൽ ടു ദറ്റ് ഓഫ് എ പ്രോട്ടോൺ. ഇറ്റ് വാസ് ഇവഞ്ച്വലി നെയിംഡ് ആസ് ന്യൂട്രോൺ. എങ്ങനെയാണ്? 1932 ജെയിംസ് ചാഡ്വിക് ചാർജ് ഇല്ലാത്ത ചില കണങ്ങൾ ആറ്റത്തിലുണ്ടെന്ന് കണ്ടെത്തി. ഈ കണങ്ങൾക്ക് ന്യൂട്രോണുകൾ എന്ന് അദ്ദേഹം പേര് നൽകി. ഇതിന് പ്രോട്ടോണിന്റെ അതേ മാസ് ആണെന്നും കൂടി അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. നമ്മൾ ജെ തോംസൺ കണ്ടുപിടിച്ച ഇലക്ട്രോണിന്റെ കേസ് നോക്കിയല്ലേ? ഏറ്റവും കുറവ് മാസുള്ള പാർട്ടിക്കിൾ ആയിരുന്നില്ലേ ഇലക്ട്രോൺ എന്ന് പറയുന്നത്? അതിനുശേഷം റുദർഫോർഡ് കണ്ടെത്തിയ പ്രോട്ടോൺസ് എങ്ങനെയായിരുന്നു? ഇലക്ട്രോണിനേക്കാൾ മാസ് കൂടുതലായിരുന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ ആറ്റത്തിന് ചാർജ് ഇല്ലാത്ത കണങ്ങളുണ്ടെന്നും കൂടി കണ്ടുപിടിച്ചു. അതാരായിരുന്നു? ജെയിംസ് ചാഡ്വിക് ചാർജ് ഇല്ലാത്ത കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അതിനെ ന്യൂട്രോൺസ് എന്നും വിളിച്ചു. The word atom originated from the Latin word atomos, which means that which cannot be divided. എങ്ങനെയാണ്? ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഇതിനർത്ഥം എന്തായിരുന്നു? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റത്തിൽ നമ്മൾ 3 തരം കണികകൾ ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ചാർജ് ഉള്ളവ, നെഗറ്റീവ് ചാർജ് ഉള്ളവ, ചാർജ് ഇല്ലാത്തവ. ഏതൊക്കെയായിരുന്നു? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. Atom which have 3 types of particles: positively charged particles, negatively charged particles. Atom also the particles which does not have any charge. നമുക്ക് ആറ്റത്തിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് കാണും അല്ലേ? ഈ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് സർക്കുലാർ പാത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ സർക്കുലാർ പാത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഈ സർക്കുലാർ പാത്തിനെ വിളിക്കുന്നതാണ് ഓർബിറ്റ് എന്ന്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയ്ക്ക് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. ദ പാത്ത് ഇൻ വിച്ച് ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ഓർബിറ്റ്. ആറ്റത്തിലെ എല്ലാ ഇലക്ട്രോണുകളും ഒറ്റ ഷെല്ലിലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ലല്ലേ. ഓരോ ഷെല്ലിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു കാർബൺ ആറ്റം എടുത്തു. കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണല്ലേ. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 6 തന്നെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസും 6 തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 2, 4. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 ആണ്. അപ്പം നമ്മുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോണ്, രണ്ടാമത്തെ ഷെല്ലില് 4 ഇലക്ട്രോണിനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദ മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറെന്റ് ഷെൽസ് ഇൻസൈഡ് ദി ആറ്റം ഈസ് കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആറ്റത്തിനുള്ളിൽ വിവിധ ഷെല്ലുകളിലായി ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. നീൽസ് ബോർ ആണ് നമുക്കൊരു ആറ്റം മോഡൽ കൊണ്ടുവന്നത്. അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? ആറ്റത്തില് 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഷെല്ലുകളെ അദ്ദേഹം യഥാക്രമം K, L, M, N ഷെല്ലുകളായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. In the Bohr model of the atom, energy levels 1, 2, 3, 4 and 5 are represented by the letters K, L, M, N and O respectively. എങ്ങനെയാണ്? ആറ്റത്തിന്റെ ബോർ മാതൃകയിൽ 1, 2, 3, 4, 5 ഊർജ്ജ നിലകളെ യഥാക്രമം K, L, M, N, O എന്നിങ്ങനെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസുകൾ ഉൾക്കൊള്ളുന്നു നോക്കാം. എങ്ങനെയാണ്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെല്ല് എന്ന് പറയുന്നത് 2n² ആണ്. ഈ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഷെല്ലിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസുകൾ ഉൾക്കൊള്ളുന്നു നോക്കാം. ആദ്യത്തെ ഷെല്ല് K ഷെൽ എടുക്കുകയാണ്. അവിടുത്തെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പം 2n² എന്ന് പറയുന്നത് എത്രയാണ്? 2 × 1² എത്രയാണ്? 2 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷെല്ല് എടുത്തു നോക്കാം. എൽ ഷെല്ല് 2n², 2 × 2² ആണല്ലേ. അപ്പൊ എത്രയാണ്? 8 ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഷെല്ല് എടുത്തു നോക്കിയാലോ? 2 × 3² 18 ആണ് വരുന്നത്. ഇനി നാലാമത്തെ ഷെല്ല് എടുത്തു നോക്കിയാലോ? 2 × 4² എത്രയാണ്? 32 ആണ് വരുന്നത്. അപ്പം നമ്മുടെ ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ് അല്ലേ?
ഫസ്റ്റ് കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുന്നത്? 2 ഇലക്ട്രോൺ ആണ്. എൽ ഷെല്ലില് 8 ഇലക്ട്രോണിന് ഉൾക്കൊള്ളാൻ പറ്റും. എം ഷെല്ലില് 18 ഇലക്ട്രോണും എൻ ഷെല്ലില് 32 ഇലക്ട്രോണുമാണ് ഉൾക്കൊള്ളുന്നത്. The maximum number of electrons that can be accommodated in the shell can found out using the formula 2n square, where n indicate the shell number. എങ്ങനെയാണ് ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ കണ്ടെത്തുന്നതിനുള്ള സമവാക്യം എന്ന് പറയുന്നത് 2n സ്ക്വയർ ആണ്. അതിൽ n എന്ന് പറയുന്നത് എന്താണ്? ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് അറ്റോമിക് നമ്പർ എന്താണെന്ന് നോക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്ന സിമ്പൽ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എലമെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെഡോ അറ്റോമിക് നമ്പറിനെയും എ എന്ന് പറയുന്നത് മാസ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അറ്റോമിക് നമ്പർ എന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആണ്. അത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസുകളുടെയും പ്രോട്ടോൺസുകളുടെയും എണ്ണം ഈക്വൽ ആണെന്ന് മനസ്സിലായില്ലേ? ഇതൊരു ന്യൂട്രൽ ആയ ആറ്റത്തിന്റെ കേസാണ്. ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അപ്പം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹീലിയം എന്ന് പറഞ്ഞ ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അവിടെ ഹീലിയത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നതും 2 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസോ? നമ്പർ ഓഫ് ഇലക്ട്രോൺസും 2 ആണ്. ഇനി നമുക്ക് മാസ് നമ്പർ നോക്കാം. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു മൂലകത്തിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം. The total number of particles in the nucleus is known as mass number. That is, mass number is the total number of protons and neutrons in the nucleus. ഇനി നമുക്ക് ഐസോട്ടോപ്പുകൾ എന്താണെന്ന് നോക്കാം. ഒരേ മൂലകത്തിന്റെ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇവയിലെ ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന്റെ എടുക്കുവാണെങ്കിൽ ഹൈഡ്രജന്റെ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്നിവയാണ് ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാർബണിന്റെ കേസ് നോക്കിയാലോ. കാർബണിന്റെ ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇതാണ് കാർബണിന്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Isotopes are atoms of the same elements having the same atomic number and different mass number. The number of neutrons in them will be different. Protium, deuterium, tritium are the 3 isotopes of hydrogen. In 1910, the scientist Frederick Soddy discovered that the elements have different isotopes. എങ്ങനെയാണ് 1910 ഫ്രെഡറിക് സോഡി എന്ന ശാസ്ത്രജ്ഞനാണ് മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഓക്കെ, ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ മൂലകത്തിന്റെ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐസോബാർ എന്താണെന്ന് നോക്കാം. എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള മൂലകങ്ങളെയാണ് നമ്മൾ ഐസോബാറുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് വിത്ത് ദി ഡിഫറെന്റ് അറ്റോമിക് നമ്പേഴ്സ് which have the same mass are known as isobars. For example, argon, potassium, calcium. ഇതിന്റെ എല്ലാം മാസ് നമ്പർ സെയിം ആണ്. ബട്ട് ഇവിടെ ഡിഫറെന്റ് എന്താണ്? അറ്റോമിക് നമ്പറിലാണ് വ്യത്യാസം. മാസ് നമ്പർ സെയിം ആണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എ ഷെൽ ഈസ്. അതായത് ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് 2n, 1n സ്ക്വയർ, 3n സ്ക്വയർ, 2n സ്ക്വയർ. ഏതായിരുന്നു? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ കണ്ടുപിടിക്കുന്നത് 2n സ്ക്വയർ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഷെല്ലാണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. അപ്പം
n1 ആകുന്ന സമയം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? 2 × 1² ആൻസർ 2 ആണ്. അപ്പം ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? 2 ഇലക്ട്രോൺസിനെയാണ്. ഇനി n = 2 ആണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിൽ 2 × 2² നമ്മുടെ ആൻസർ എത്രയാണ്? 8 ഇലക്ട്രോൺസിനെയാണ് രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇനി n = 3 ആണെങ്കിലോ 2 × 3² എത്ര ഇലക്ട്രോൺസിനെയാണ്? 18 ഇലക്ട്രോൺസിനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം 2n² ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്താണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. പ്രോട്ടോൺസ് = അറ്റോമിക് നമ്പർ ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഹാസ് ഡാഷ് ചാർജ്. ന്യൂക്ലിയസിന് ഡാഷ് ചാർജ് ആണ്. എന്ത് ചാർജ് ആയിരുന്നു? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണല്ലേ. ആരായിരുന്നു കണ്ടെത്തിയത്? ആറ്റത്തിന് കട്ടിയുള്ളതും പോസിറ്റീവ് ചാർജോട് കൂടിയതും ആറ്റത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതുമായ ഒരു കേന്ദ്രഭാഗം ഉണ്ടെന്ന് ആരായിരുന്നു കണ്ടുപിടിച്ചത്? റുദർഫോർഡ് ആയിരുന്നു അല്ലേ. റുദർഫോർഡ് എക്സ്പെരിമെന്റ് വഴി തെളിയിച്ചതാണ്. ഈ ഭാഗത്തിന് അദ്ദേഹം എന്തായിരുന്നു വിളിച്ചത്? ഈ ഭാഗത്തിന് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. എങ്ങനെയാണ്? ആറ്റത്തിന് കട്ടിയുള്ളതും പോസിറ്റീവ് ചാർജോട് കൂടിയതും ആറ്റത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതുമായ ഒരു കേന്ദ്രഭാഗം ഉണ്ടെന്നും അദ്ദേഹം അതിന് ന്യൂക്ലിയസ് എന്നും പേരിട്ടു. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 1911 ദ സയന്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദി സെന്റർ ഓഫ് ആൻ ആറ്റം. അതായത് 1911 ആറ്റത്തിലെ കേന്ദ്ര ബിന്ദുവിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്നാണ് ചോദിച്ചത്. ആരായിരുന്നു? നമ്മൾ പറഞ്ഞു റുദർഫോർഡ്. നമ്മുടെ ആൻസർ റുദർഫോർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തേർഡ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എന്തായിരുന്നു? മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണെന്നാണ് ചോദിച്ചത്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ ഏതായിരുന്നു ഇക്വേഷൻ? 2n² ആണല്ലേ. n എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് ഷെല്ലാണ് n എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ഷെല്ലിലെയാണ്. n 3 ആണ് ഇവിടെ. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണ്. 2 × 3² 2 × 3² എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്, 18 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഡി, 18 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സയന്റിസ്റ്റ് ഹു ഫൗണ്ട് ദി പ്രസൻസ് ഓഫ് ചാർജ്ലെസ് പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം. ചാർജ് ഇല്ലാത്ത ചില കണങ്ങൾ ആറ്റത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്നാണ് ചോദിച്ചത്. ആരായിരുന്നു നമ്മുടെ ഓപ്ഷൻസ്? ജെയിംസ് ചാഡ്വിക്, റുദർഫോർഡ്, ജോൺ ഡാൾട്ടൺ, ജെ തോംസൺ. ഏതായിരുന്നു? 1932 ജെയിംസ് ചാഡ്വിക് ആണ് ചാർജ് ഇല്ലാത്ത ചില കണങ്ങൾ ആറ്റത്തിലുണ്ടെന്ന് കണ്ടെത്തിയത്. ഈ കണങ്ങൾക്ക് അദ്ദേഹം എന്താ പേര് നൽകിയത്? അദ്ദേഹം ന്യൂട്രോൺ എന്ന് പേര് നൽകി. ഇതിന് പ്രോട്ടോണിന്റെ അതേ മാസ് ആണെന്ന് കൂടി അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ജെയിംസ് ചാഡ്വിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് പാർട്ടിക്കിൾ ഫൗണ്ട് ഡാഷ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിൽ കാണുന്ന പോസിറ്റീവ് കണിക ഏതാണെന്നാണ് ചോദിച്ചത്. ഏതായിരുന്നു? ന്യൂക്ലിയസ് ആണ്. ആരായിരുന്നു ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്? ആറ്റത്തില് കട്ടിയുള്ളതും പോസിറ്റീവ് ചാർജോട് കൂടിയതും ആറ്റത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതുമായ ഒരു കേന്ദ്രഭാഗം ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരായിരുന്നു? റുദർഫോർഡ് ആയിരുന്നു. ഈ ഭാഗത്തിന് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പേരിടുകയും ചെയ്തു. നമ്മുടെ ആൻസർ എന്താണപ്പോ? ഓപ്ഷൻ എ, ന്യൂക്ലിയസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, H11, H12, H13 ആർ ദി 3 ഡാഷ് ഓഫ് ഹൈഡ്രജൻ. എന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് അല്ലേ. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ മൂലകത്തിന്റെ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഐസോട്ടോപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
പ്രോട്ടോൺസ് ആൻഡ് ഡാഷ് ആർ ഫൗണ്ട് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസ് ഡാഷ് കാണപ്പെടുന്നു. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ ചുറ്റിയിട്ട് എന്താ ഉള്ളത്? ന്യൂക്ലിയസിനെ ചുറ്റി ഓർബിറ്റൽ ഉണ്ടല്ലേ? ഈ ഓർബിറ്റലിലല്ലേ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്? ഓക്കെ, അപ്പം നമ്മുടെ ന്യൂക്ലിയസിൽ എന്തൊക്കെയാണുള്ളത്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ന്യൂട്രോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സയന്റിസ്റ്റ് ഹു ഫൗണ്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റം. എന്താണ്? ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്നാണ് ചോദിച്ചത്. ആരായിരുന്നു? ആറ്റത്തിൽ ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണല്ലേ? എങ്ങനെയാണ്? 1897 ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ജെ തോംസൺ ആണ് ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ഉള്ളതും മാസ് തീരെ കുറഞ്ഞതുമായ കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഈ കണങ്ങളെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ കണങ്ങളെ അദ്ദേഹം ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ജെ തോംസൺ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്